അന്ന് ഒരു നിയോഗം പോലെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഡിസംബർ 6. അന്നാണ് ഇത് തീരുമാനിക്കുന്നത്. അവിടെ ഒരുപാട് പേര് നമ്മളെ കാണാനും ആശംസ അറിയിക്കാനും ഒക്കെ വന്നു. പെട്ടെന്ന് ദേഷ്യം വരും, എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പ്രാവശ്യം ചോദിച്ചാൽ ദേഷ്യം. ഞാൻ പറഞ്ഞു എന്നാ ശരി, ഞാൻ പിന്നെ ചോദിച്ചില്ല. ഈ ചൈൽഡിഷ് ബിഹേവിയർ എടുക്കുന്നത് നമ്മളുടെ സന്തോഷത്തിന്റെ കീ നമ്മളെ ചോദിക്കുക. ഇനി റെസ്റ്റ് ഓഫ് ദ ലൈഫ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കും. വൈറലായി എന്ന് പറഞ്ഞത് ഏത് മൊമെന്റ്? അതായത് ആ സമയത്ത് തന്നെ മനസ്സിലായി ഏകദേശം. അന്നേരം തന്നെ അവര് തന്നെ പറയുമല്ലോ. അതെ, അപ്പോഴന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ 1,00,000 ഒക്കെ ആയി. അതെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും കൂടുതൽ വ്യൂസ് വന്നപ്പോൾ പിന്നെ പലരും അത് ഇടാൻ തുടങ്ങി. റീപോസ്റ്റിംഗ് നടന്നു. അതെ. എങ്ങനെയായിരുന്നു കല്യാണത്തിന്റെ ഒരു ഒരുക്കം? അതായത് ഇന്ന ഒരു ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം എത്ര നാളെടുത്തു ഒരു കല്യാണത്തിലേക്ക് എത്താൻ? വളരെ പെട്ടെന്നായിരുന്നു. ഡിസംബർ 6 ശേഷമാണ് ഈ മാരേജ് എന്നുള്ള ഇതിലേക്ക് ഞങ്ങൾ വരുന്നത്. ഡിസംബർ 6 ഇവരവിടെ വന്നിരുന്നു, മക്കളും ചേട്ടനും മരുമോളും എല്ലാവരുമായിട്ട് വന്നിരുന്നു. അപ്പോഴ് അന്നാണ് തീരുമാനിക്കുന്നത് വിവാഹത്തിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ. മക്കളുടെ അടുത്തും പറയുന്ന അന്നേരം അന്ന് ഒരു നിയോഗം പോലെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഡിസംബർ 6. അന്നാണ് ഇത് തീരുമാനിക്കുന്നത്. അതെ, പിന്നെ ഒരു ഡേറ്റ് നോക്കി എടുത്തു. അതെ. എവിടെയായിരുന്നു വിവാഹം? വിവാഹം എടപ്പള്ളി അഞ്ചുമന ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അതെ അതെ. എടപ്പള്ളി, അതായത് എറണാകുളം കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഊഹിക്കാലോ എത്രയും പെട്ടെന്ന് ആൾക്കാരെ അറിയാനധികം താമസം. കണ്ടിട്ട് തന്നെ കുറെ പേര് വന്നു. നമ്മളിപ്പോ ആദ്യത്തെ ആള് ആ ഇനിഷ്യൽ ഫോട്ടോഗ്രാഫ് എടുത്ത് പോസ്റ്റ് ചെയ്യപ്പോ തന്നെ അതെ അതെ എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്താണല്ലോ അല്ലേ? അതെ അതെ. പിന്നെ അത് ഷൂട്ടിംഗ് ഒക്കെ എപ്പോഴും നടക്കാറുള്ള സിനിമാക്കാരുടെ അമ്പലവുമാണ്. അതെ അതെ. അവിടെ ഒരു നല്ല ഒരു വൈബാണ്. അതെ. അവിടെ ഒരുപാട് പേര് നമ്മളെ കാണാനും ആശംസ അറിയിക്കാനും ഒക്കെ വന്നു. ആരെങ്കിലും നേരിട്ട് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് എന്തെങ്കിലും? ആരും പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് ഇപ്പോഴും അല്ല, പോസിറ്റീവായിട്ടുള്ള കമന്റ്സേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് നേരിട്ട്. അതെ. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോ തന്നെ നമ്മളിപ്പോ എല്ലാരും കാണുകയും മനസ്സിലാക്കുകയും ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയും ആശംസ പറയുകയൊക്കെ ചെയ്യും. വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ കൊല്ലത്തേക്ക് വന്നോ? അന്ന്. അതെ. ഇവിടെ അന്ന് ഫസ്റ്റ് ഡേ ഇങ്ങോട്ടേക്കായിരുന്നു. അതെ, 6 മണി കഴിഞ്ഞപ്പോ ഇവിടെ കയറി. അതെ. ഇനി രണ്ടുപേരും ഇവിടെ കൊല്ലം തന്നെ ബേസ് ചെയ്ത് താമസിക്കും? അങ്ങനെയല്ല, അവിടെയും എന്റെ ഫ്ലാറ്റ് പൂട്ടിയിട്ടിരിക്കുക. അതെ. കുറച്ച് ദിവസം അവിടെ നിൽക്കും, കുറച്ച് ദിവസം ഇവിടെ നിൽക്കും. അതായത് രണ്ടും. അതെ. തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ എന്താ പറഞ്ഞ മക്കളുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആരും അറിഞ്ഞില്ല. എന്നോട് ഒരു ദിവസം പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തു. എന്തിനാണെന്ന് ഞാൻ ചോദിച്ചതും ഇല്ല, ഇങ്ങോട്ട് പറഞ്ഞതും ഇല്ല. പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോ സർപ്രൈസ് പെട്ടെന്ന് ദേഷ്യം വരും, എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പ്രാവശ്യം ചോദിച്ചാൽ ദേഷ്യം വരും. അതെ, സർപ്രൈസ് സർപ്രൈസ് ആണ്. അപ്പോഴ് സർപ്രൈസ് ഇപ്പോഴും അങ്ങനെ ചോദിക്കരുതെന്ന് അറിഞ്ഞൂടെ. അപ്പോഴ് ഞാൻ പറഞ്ഞു എന്നാ ശരി, ഞാൻ പിന്നെ ചോദിച്ചില്ല. ഈ ചൈൽഡിഷ് ബിഹേവിയർ എടുക്കുന്നത്. അപ്പൊ എന്നിട്ട് പക്ഷെ തായ്ലൻഡ് എന്ന് പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ അറിയാനില്ല. അന്നേരം ഈ ഷോർട്ട് പീരീഡിൽ അവിടെ പോവാൻ വിസ വേണ്ടല്ലോ നമുക്ക്. ഞാൻ ആക്ച്വലി സിംഗപ്പൂർ മലേഷ്യ ഉദ്ദേശിച്ചത്. അന്നേരം വിസ സിംഗപ്പൂർ നമുക്ക് വിസ ആണ്, മലേഷ്യക്ക് വിസ ആണ്. ഇതാകുമ്പോൾ ഓൺ അറൈവൽ ഇതാണ്. അതുകൊണ്ട് അത് പിന്നെ അതൊരു പാക്കേജ് റെഡി ആയിട്ടായിരിക്കും അവൈലബിൾ ആയിരുന്നു. അതെ. മറ്റേതല്ല ഞാൻ സാറിന് തനിയെ ബുക്ക് ചെയ്ത എല്ലായിടത്തും പോകുന്നു. ഇത് പാക്കേജ് റെഡി ആയിട്ടുണ്ടായിരുന്നുണ്ട്. അതങ്ങ് പിന്നെ തലവേദനയില്ല, അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ. അതങ്ങ് ഫിക്സ് ചെയ്ത്. അപ്പൊ 10-ാം തീയതി റിസപ്ഷൻ കഴിഞ്ഞിട്ട് 13-ാം തീയതിയാ പോകുന്നത്. തിരിച്ചെപ്പോ എത്തും? എത്ര ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? 4 nights and 5 days. അതെ. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിയിലേക്കാണോ? അതായത് എത്രയും ദിവസം കൊല്ലത്തുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കൊച്ചിയിൽ. അങ്ങനെ ഇപ്പൊ പുതുതായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുടെ, അതായത് പുതുതായിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും കൂടുതലും ഭയക്കുന്ന ഒരു കാര്യം ഈ ജഡ്ജ്മെന്റ് ആണ്. ആൾക്കാർ ജഡ്ജ് ചെയ്യാന്നുള്ളൊരു കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? പുതിയതായിട്ട് വരുന്ന കപ്പിൾസിനോടാണെങ്കിലും യങ്സ്റ്റേഴ്സിനോടാണെങ്കിലും രണ്ടുപേർക്ക് എന്താ പറയാനുള്ളത്? നമ്മളുടെ സന്തോഷത്തിന്റെ കീ നമ്മളെ ചോദിക്കുക. അതെ, സിമ്പിൾ. അതെ. മറ്റൊരാളെ കൊടുത്താൽ പോയല്ലേ പ്രശ്നമാണ്. നമ്മൾ എപ്പോ സന്തോഷിക്കണം, എപ്പോ സന്തോഷിക്കേണ്ടതാണ് നമ്മൾ തീരുമാനിക്കുക. പിന്നെ മറ്റുള്ളവരെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല.
മാമിന് എന്താ പറയാനുള്ളത്? പിന്നെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തില് ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ജീവിച്ചു. ഇനി റെസ്റ്റ് ഓഫ് ദ ലൈഫ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക. അതിന് മറ്റുള്ളവരെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. അത് ഇന്റർഫിയർ ചെയ്താലും ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകും. നമ്മളെ റെസ്പോണ്ട് ചെയ്യാതിരുന്ന ആരും എന്തായി അതെ, ഒരു വർഷം റെസ്പോണ്ട് ചെയ്യുമ്പോഴാണല്ലോ അവർക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള പ്രയോജനം ഈ പറയുന്ന പോലെ ഇതാവുന്നത്.